നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനം. ബസും ബൈക്കുകളും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. കൊല്ലം രാമൻകുളങ്ങര സംഗീതമുക്കിലായിരുന്നു അപകടം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധം. അഞ്ചലിൽ പ്രകടനം നടത്തി. CPIMന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് പിൻവലിക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ പാസേജുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി നൽകണമെന്നും UMC. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 30-ന് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷൻ നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. വന്യജീവി ആക്രമണം തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിനാണ് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നയപ്രഖ്യാപനം നടത്തി. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ എന്നിവയും നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തെ തുറമുഖ ഹബ്ബായി മാറ്റും. കൃഷി ചെയ്യാനുള്ള ചെലവുകൾ കുറയ്ക്കാൻ നടപടിയുണ്ടാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വ്യാപകമാക്കും. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. സുഗന്ധദ്രവ്യ കയറ്റുമതി മെച്ചപ്പെടുത്തും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന നിലയ്ക്കാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. യുവജനങ്ങൾക്ക് സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. സംസ്ഥാനത്ത് വയോജന വകുപ്പ് നടപ്പാക്കും. മണ്ണ് സംരക്ഷണത്തിന് പ്രത്യേക നയം. സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക പദ്ധതി. കേരളത്തെ സിനിമ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം ആരംഭിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ്. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം. ലഹരി നെറ്റ്വർക്കുകളെ തകർക്കും. സ്കൂൾ കോളേജ് കാമ്പസുകൾ ലഹരിമുക്തമാക്കും. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നിങ്ങനെയും പ്രഖ്യാപനങ്ങളുണ്ട്. Their rightful entitlement. Administrative systems must function with efficiency, responsiveness and compassion. Corruption, wasteful expenditure and administrative delay weaken public trust and slow down development. Therefore, my government shall pursue a policy of clean governance, fiscal responsibility and administrative efficiency. Technology shall be used extensively to improve transparency and reduce delays in service delivery. My government believes that public institutions become strong only when they enjoy the trust of the people. യുവപ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഉറപ്പാക്കും. സംസ്ഥാനത്തുടനീളം സ്ഥിരം തിയേറ്ററുകൾ നിർമ്മിക്കും. അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഡിജിറ്റൽ ആർട്ട് മ്യൂസിയങ്ങൾ സ്ഥാപിക്കും. മൊബൈൽ മാവേലി സ്റ്റോറുകൾ വിപുലീകരിക്കും. കേരളത്തിൽ ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങും. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെന്റർ ആരംഭിക്കും. സെമസ്റ്റർ ഇൻ കേരള എന്ന അക്കാദമിക് ടൂറിസം പദ്ധതി ആരംഭിക്കും. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്തെ ലോക നിലവാരമുള്ള സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ അത്യാധുനിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി
പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങളിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പൊതുഭൂമി സംരക്ഷിക്കാനും വ്യവസായ വളർച്ച ഉറപ്പാക്കാനും പുതിയ ലാൻഡ് കമ്മീഷൻ കർഷകർക്ക് വ്യവസ്ഥകളില്ലാതെ പട്ടയം ഉറപ്പാക്കും. ബൈപ്പാസുകളെ 4 വരിപ്പാതകളാക്കി മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BM and BC നിലവാരത്തിലേക്ക് ഉയർത്തും. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകും. പ്രോജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. അതിഥി തൊഴിലാളികൾക്ക് രജിസ്ട്രേഷന് പ്രത്യേകം പോർട്ടൽ രൂപീകരിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. മുൻമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. കൊല്ലം ചിതറ ചല്ലിമുക്കിലായിരുന്നു അപകടം. ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറി സമീപത്തെ പോസ്റ്റിലും റോഡരികിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിലും ഇടിക്കുകയായിരുന്നു. ചിതറ ചല്ലിമുക്കിലാണ് മുൻമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറി സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു തകർത്തു. റോഡരികിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനത്തിലും കാലിടിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വീണ ജോർജും കുടുംബവും മറ്റൊരു വാഹനത്തിൽ യാത്ര തുടർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചതായി പരാതി. കുണ്ടറ നല്ല പഴങ്ങാലം ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമാണ് നശിപ്പിച്ചത്. കൊടിമരം നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കുണ്ടറ നല്ലില പഴങ്ങാലം ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമാണ് നശിപ്പിച്ചത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കൊടിമരം നശിപ്പിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കൊടിമരം നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. നല്ലില, പള്ളിവേട്ടക്കാവ്, പഴങ്ങാലം, ഈച്ചാടിമുക്ക്, ആശാൻമുക്ക് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടിയും കൊടിമരങ്ങളും ബോർഡുകളുമാണ് അർദ്ധരാത്രിയിൽ നശിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകി. കണ്ണനല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ബസും ബൈക്കുകളും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. കൊല്ലം രാമൻകുളങ്ങര സംഗീതമുക്കിലായിരുന്നു അപകടം. ചവറ ഇളമ്പള്ളൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസും 2 ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. വെള്ളിയാഴ്ച 11 മണിയോടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും ചവറയിലേക്ക് പോയ സ്വകാര്യ ബസും രാമൻകുളങ്ങരയിൽ നിന്നും കാവനാട് ഭാഗത്തേക്ക് പോയ ബൈക്കും കാവനാട് നിന്നും സംഗീത ജംഗ്ഷനിലെ LIC ഓഫീസിലേക്ക് വന്ന മധ്യവയസ്കൻ സഞ്ചരിച്ച ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാവനാട് ഭാഗത്തേക്ക് പോയ ബൈക്കിൽ ദമ്പതികളായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഇതിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാവനാട് കയറി തന്നെ LIC കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് LIC ഓഫീസിലോട്ട് ഞാൻ കയറാൻ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നു. ആ ഇൻഡിക്കേറ്റർ അങ്ങോട്ട് ഇഷ്ട സമയത്ത് വണ്ടി ഓവർ സ്പീഡായിരുന്നു. ഓവർ സ്പീഡ് വന്നത് എന്നെ ഇടിച്ചു. ബന്ധുവിന്റെ ഗൃഹപ്രവേശ ചടങ്ങിന് പങ്കെടുക്കാൻ പോയതായിരുന്നു ദമ്പതികൾ. അയത്തിൽ സ്വദേശികളാണ് ഇവർ. ഇടിയുടെ ആഘാതത്തിൽ ബസ് റോഡിന് കുറുകെ കിടന്നത് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചു. ശക്തികുളങ്ങര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിൽ പ്രതിഷേധം. കോൺഗ്രസ് തേവലക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. CPIM DYFI പ്രവർത്തകരാണ് ബോർഡ് നശിപ്പിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോയിവിള ഭരണിക്കാവിൽ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് തേവലക്കര സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബോർഡ് നശിപ്പിച്ചത് CPIM DYFI പ്രവർത്തകരാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഭരണിക്കാവിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നമുക്ക് ദേവലക്കരയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്താനുള്ള കാരണം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സന്നദ്ധ ഭടന്മാർ ഉയർത്തിയ മുദ്രാവാക്യം തന്നെയാണ്. കേരളത്തിലെ അല്ലെ ഇന്ത്യ മഹാരാജ്യത്ത് ED എന്നാൽ എന്ത്, VD എന്നാൽ എന്തെന്നുള്ള തിരിച്ചറിവും ബോധ്യവുമില്ലാത്ത കുറെ തെമ്മാടി കൂട്ടങ്ങൾ കേരളത്തിൽ
ഇന്നലെ ആകമാനം പ്രതിഷേധങ്ങൾ നടത്തി. ED എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും VD എന്നാൽ വടശ്ശേരി ദാമോദര മേനോൻ എന്നുമാണ്. ആ വടശ്ശേരി ദാമോദര മേനോന്റെ പ്രിയപുത്രൻ VD സതീശൻ കേരളത്തിലെ ജനകീയ കോടതി, കേരളത്തിലെ ജനമനസാക്ഷികൾ ആകമാനം നെഞ്ചേറ്റിയ കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഈ ചവറ നിയോജക മണ്ഡലത്തിൽ നിന്നും 4 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട വനവകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷിബു ബേബി ജോണിന്റെയും ബോർഡുകൾ തല്ലിക്കീറിയാൽ, ബോർഡുകൾ പിച്ചു ചീന്തിയാൽ, രാത്രിയുടെ മറവിൽ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാഴ്ചവെച്ചാൽ EDയുടെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം തീരുമോ? നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ മുദ്രാവാക്യം ഉയർത്തിയതുപോലെ തന്നെ കോഴപ്പണങ്ങളും മാസപ്പടി വിഹിതങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഭരണത്തിന്റെ മറവിൽ കേരളത്തിൽ നാട്ടിക്കൂട്ടിയ കൊടിയ അഴിമതികൾക്കാണ് ഈ 2000 നമുക്ക് ഡിസംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത വിധിയെഴുതിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശിവപ്രസാദ് കോയിവിള അധ്യക്ഷത വഹിച്ചു. പാലക്കൽ ഗോപൻ, ജോസ് വിമൽരാജ്, ജോയ്മോൻ അരനല്ലൂർ, അനിൽകുമാർ, സെബാസ്റ്റ്യൻ ആന്റണി, പാസ്കലിൻ ലിജു, മേരിദാസൻ, പ്രസാദ്, അബ്ദുൾ വഹാബ്, ജോസ് കടമ്പാട്ട്, റമീസ്, കബീർ, രാധാകൃഷ്ണൻ, സണ്ണി ഗ്ലോറി, മഞ്ജു യേശുദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധിച്ച് അഞ്ചലിൽ പ്രകടനം നടത്തി. CPIMന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുക്കട ജംഗ്ഷൻ വഴി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ പോയത് കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനാണെന്ന് നാം തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഇന്നലെ നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ വീട് സെർച്ച് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ BJPയെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് 10 വർഷക്കാലം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയമായി ശരിയായ മാർഗങ്ങളില്ലാതെ കുറുക്കുവഴികൾ തേടിയതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് കേസെടുപ്പിച്ച് കള്ളക്കേസിൽ കുടുക്കി 7-8 മാസക്കാലം ജയിലിലടച്ചു. പക്ഷേ വിചാരണ കോടതി കുറ്റപത്രം സമർപ്പിച്ച ഉടനെ അവരെല്ലാം കുറ്റവിമുക്തരാക്കുന്ന സമീപനം സ്വീകരിച്ചു. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കൂട്ടിലടച്ച തത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അവർ ആവശ്യപ്പെടുന്ന ആളുകൾക്കെതിരായി കള്ളക്കേസെടുക്കുന്ന സമീപനമാണ് നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെടുന്ന ഒട്ടേറെ സംഭവങ്ങൾ വരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര 170 കോടി രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. DLF കേസുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംഭവങ്ങളുണ്ട്. ഒന്നുകിൽ ഇവർക്ക് BJPക്ക് കോഴ കൊടുക്കണം, ഇല്ലെങ്കിൽ BJPക്ക് വശംവദരായി നിൽക്കണം. അഞ്ചൽ ഏരിയ സെക്രട്ടറി D. വിശ്വസേനൻ, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VS സതീഷ്, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷിജു VS, അഡ്വക്കേറ്റ് S. സൂരജ്, C. അംബികാകുമാരി, R. ഷാജു, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിനീഷ്, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജാസ്, DYFE അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇല്ലായ്മ ചെയ്യാമെന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ അറുപിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ BJPയുടെ ദാസ്യവേല ചെയ്ത് നമ്മുടെ രാജ്യത്തെ BJPക്ക് അടിയറ വെക്കുന്ന ജോലിയാണ് ഈ കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ +2 പരീക്ഷയിൽ ഹലീമ നേടിയത് മികച്ച വിജയം. 4 A+ഉം 2 Aയും നേടിയാണ് കൊല്ലം കൂട്ടിക്കട സ്വദേശിനിയായ ഹലീമ മികച്ച വിജയം നേടിയത്. ചരിത്രത്തിനും മലയാളത്തിനും മുഴുവൻ മാർക്കും ലഭിച്ചു. സിവിൽ സർവീസ് എന്ന ലക്ഷ്യമാണ് ഹലീമയ്ക്കുള്ളത്. ജനിച്ച നാൾ മുതൽ കൂടെ കൂടിയതാണ് ഹലീമയ്ക്ക് അന്ധത. എന്നാൽ ആ വിധിയെ പഠിച്ച് ജീവിതകാലം മുഴുവൻ കളയാൻ ഹലീമ ഒരുക്കമല്ലായിരുന്നു.
അകക്കണ്ണുകൊണ്ട് അക്ഷരലോകത്തേക്ക് അവൾ സ്വയം നടന്നു കയറി. ഇന്ന് +2-ന് 4A+ഉം 2Aയും നേടി. ചരിത്രം, മലയാളം എന്നീ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്ക് നേടിയാണ് ഹലീമ മികച്ച വിജയം കൈവരിച്ചത്. കൊല്ലം കൂട്ടിക്കട മാഹിൻ മൻസിലിൽ നാസർ നബീസത്ത് ദമ്പതികളുടെ മകളാണ് ഹലീമ. അന്ധതയ്ക്കൊപ്പം 9ാം വയസ്സിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു ഹലീമ. ഇപ്പോഴും പ്രതിമാസം 11,000 രൂപയുടെ മരുന്നുകളാണ് ഹലീമയുടെ ജീവൻ നിലനിർത്തുന്നത്. 7ാം ക്ലാസ് വരെ വഴുതക്കാട്ടുള്ള സ്പെഷ്യൽ സ്കൂളിലാണ് ഹലീമ പഠിച്ചത്. ജനിച്ച നാൾ മുതൽ ഹലീമയുടെ കാര്യങ്ങൾ നോക്കുന്നത് അയൽവാസിയായ ശോഭയാണ്. സ്കൂളിൽ കൊണ്ടുപോകുന്നതും വരുന്നതും, ഹലീമയുടെ ഉമ്മയില്ലാത്ത ദിവസങ്ങളിൽ ഹലീമയെ പൂർണ്ണമായും നോക്കുന്നതും ശോഭയാണ്. തന്റെ വിജയത്തിന് തനിക്ക് എല്ലാ പിന്തുണയും നൽകിയ ഉമ്മയോടും ഉപ്പയോടും ശോഭ ചേച്ചിയോടും സഹോദരൻ മാഹിനോടുമുള്ള നന്ദിയാണ് ഹലീമയ്ക്ക് പറയാനുള്ളത്. എനിക്ക് ഇതിനെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് എല്ലാവരുടെയും ബാക്ക് സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് IAS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. ഡിഗ്രി ഹിസ്റ്ററി എടുത്ത് തുടർന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിരുദം നേടി സിവിൽ സർവീസിലേക്ക് കടക്കണമെന്നാണ് ഹലീമയുടെ ആഗ്രഹം. കൊല്ലം ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ് ഹലീമയുടെ വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു. രാവിലെ എനിക്ക് വായിച്ചപ്പോൾ ആദ്യത്തെ ന്യൂസാണ് ഹലീമയുടെ വിജയം. അതെനിക്ക് ഒത്തിരി സന്തോഷം. അന്നേരം ഞാൻ കാണണം ഒരാഗ്രഹം മനസ്സിലുണ്ടായി. ഇങ്ങനെ ഒരു വിജയം നേടാൻ ഈ കുഞ്ഞിന് സാധിച്ചതിൽ മലയാളികൾക്കെല്ലാം അഭിമാനമുണ്ട്, കേരളത്തിന് അഭിമാനമുണ്ട്, ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഒക്കെ അഭിമാനമാണ് ഹലീമ. കാരണം സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് പടവെട്ടി മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു വിജയം നേടാനായിട്ട് ഈ കുഞ്ഞിന് സാധിച്ചു. തുടർന്നുള്ള പഠനത്തിനും ഹലീമയുടെ ആഗ്രഹത്തിനും വേണ്ടി എല്ലാ പിന്തുണയും നൽകുമെന്നും കളക്ടർ അറിയിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധം. പുനലൂർ കാറ്റാടി ജംഗ്ഷൻ ചാലക്കോട് റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിലെ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടങ്ങളും പതിവാണ്. പുനലൂർ കാറ്റാടി ജംഗ്ഷൻ ചാലക്കോട് റോഡാണ് പൂർണ്ണമായും തകർന്നത്. റോഡിലെ വലിയ കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ്. കയറ്റവും ഇറക്കവുമുള്ള റോഡായതിനാൽ തന്നെ കുഴികൾ വെട്ടിത്തിരിക്കാൻ ശ്രമിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുകയാണ് ചെയ്യുന്നത്. രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. തദ്ദേശവാസികളും സ്ഥിരം യാത്രികരും ഇതുവഴിയുള്ള യാത്ര മൂലം കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. റോഡ് ഉടൻ തന്നെ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കയറ്റമുള്ള റോഡായതിനാൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മഴ കനത്തതോടെ ദുരിതം ഇരട്ടിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് പിൻവലിക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയാത്തവർക്ക് പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ പാസേജുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി നൽകണമെന്നും UMC ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 30-ന് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എണ്ണ കമ്പനികൾ അനിയന്ത്രിതമായി ഗാർഹിക വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയ വിലവർധനവ് പിൻവലിക്കണമെന്ന് യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബർ ആവശ്യപ്പെട്ടു. പാചകവാതക വിതരണ രംഗത്തെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും
അവസാനിപ്പിക്കണം. വാടക വീട്ട് രേഖയായി പരിഗണിച്ച് വാടക വ്യാപാരികൾക്ക് സോളാർ പാനൽ വഴിയുള്ള വൈദ്യുതി അടുപ്പുകൾ, ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും സബ്സിഡി നിരക്കിൽ അനുവദിക്കണമെന്നും UMC ആവശ്യപ്പെട്ടു. ദേശീയപാതാ വികസനത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വാടക വ്യാപാരികൾക്ക് ഉപാധികൾ കൂടാതെ ഹൈക്കോടതി ഉത്തരവ് പരിഗണിച്ച് 2 ലക്ഷം രൂപ വീതം സർക്കാർ വേഗത്തിൽ വിതരണം ചെയ്യണം. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയാത്തവർക്ക് പില്ലർ എലിവേറ്റർ ഹൈവേയുടെ താഴ്ഭാഗത്തുള്ള പാസേജുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി നൽകണമെന്നും യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഒത്താശയോടെ നടക്കുന്ന വലിയൊരു പ്രതിസന്ധി, ആ ഗ്യാസിന്റെ പ്രതിസന്ധി മാറ്റണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ സോളാർ ഗ്യാസ് സ്റ്റൗ ഇപ്പോൾ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള KSEB വഴി ഗാർഹിക ആവശ്യം മാത്രം നൽകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ വ്യാപാരികൾക്ക് നൽകിയാൽ അതിന് ശാശ്വതമായ പരിഹാരം ലഭ്യമാകും. അതുപോലെ തന്നെ എണ്ണ കമ്പനികൾ അനിയന്ത്രിതമായി പെട്രോൾ ഡീസൽ വില വർധന, അത് ബോധപൂർവം കൂട്ടുന്ന രീതിയിലേക്കാണ്. ബാരലിന് വില വലിയ കൂടുതൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും അത് അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് വില പിടിച്ചു നിർത്തുവാനും ഇവിടെ വില വർധനവും നമ്മളെ അറിയാം, എല്ലാവരും എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ച ഒരു കാലഘട്ടമാണുള്ളത്. എന്ത് സാധനവും ആർക്കും ഒന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് വ്യാപാരികളുടെ മാത്രം വിഷയമല്ല, പൊതുജനങ്ങളുടെ വിഷയമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമരം ഏറ്റെടുത്ത് ഈ വ്യാപാരി സംഘടന യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സമരത്തിലേക്ക് പോകുന്നത്. അതിന്റെ സൂചനാ സമരം എന്ന നിലയ്ക്കാണ് നാളെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇടത്തരം ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ചെറുകിട ഇടത്തരം വ്യാപാര മന്ത്രാലയം രൂപീകരിക്കണമെന്നും UMC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് UMC കൊല്ലം ജില്ലാ കമ്മിറ്റി മെയ് 30 രാവിലെ 10 മുതൽ ജില്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അർബുദ രോഗികളായ അമ്മയും മകനും സഹായം തേടുന്നു. മയ്യനാട് കൈതപ്പുഴ സ്വദേശികളായ അമ്മയും മകനുമാണ് സഹായം തേടുന്നത്. ഞാനും കൂടെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് താങ്ങാൻ വയ്യ. ഞാനും കൂടെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് വേറെ ആരും സാമ്പത്തികമുള്ള ബുദ്ധിമുട്ട്, ഞാനും മോനും അല്ലേ ഉള്ളു. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. എന്റെ നാട്ടുകാരും എന്റെ അയൽക്കാരും. മയ്യനാട് കൈതപ്പുഴ ഞാറയിൽ തൊടിയിൽ ശൈലജയും മകൻ അനീഷുമാണ് ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 2 വർഷം മുമ്പാണ് മകൻ അനീഷിന് വായിൽ ക്യാൻസർ ബാധിച്ചത്. ചികിത്സയും ശസ്ത്രക്രിയയും നടത്തി. എന്നാൽ ഇപ്പോൾ വീണ്ടും ക്യാൻസർ അവിടെ തന്നെ രൂപപ്പെട്ടു. ഈ പന്തല് ഞാൻ 2 വർഷം കഴിഞ്ഞു സുഖജാതായിട്ട്. അപ്പം എനിക്ക് ഇറക്കി വെച്ചിപ്പോൾ വേദന വന്ന് ഞാൻ ബയോപ്സി എടുത്തിട്ട് വന്നിരിക്കുകയാണ്. 11-ാം തീയതി പോകണം. ആദ്യമേ കീമോ റേഡിയേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. കഴിഞ്ഞ് സർജറി ചെയ്ത് ഇപ്പൊ പിന്നെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. 7 മാസമായി അമ്മയും ക്യാൻസറിന്റെ പിടിയിലാണ്. പഞ്ചായത്തിൽ നിന്നും ഇവർക്ക് ലഭിച്ച വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസിക്കുന്നത്. ഇരുവരും രോഗശയ്യയിലായതോടെ ഭക്ഷണത്തിനും മരുന്നിനും ചികിത്സയ്ക്കും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 17-ാം വാർഡില് താമസിക്കുന്ന അമ്മയും മകനുമാണ്. ഞാൻ ഈ വാർഡ് മെമ്പറാണ്. 2 വർഷത്തോളമായി മോന് അസുഖബാധിതനാണ്. കൂലിപ്പണിക്ക് പോകുന്ന മകനായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസത്തോളമായി അമ്മയ്ക്കും ഈ അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടുപേരും ദിവസവേതനത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് 2 പേർക്കും. അവരുടെ കാര്യം നോക്കാനും ആരുമില്ല. നാട്ടുകാർ, അയൽവക്കക്കാരൊക്കെ സഹായിച്ചാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. വലിയ ചിലവുണ്ട് അവർക്ക്. ഇപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മകൻ ഇപ്പോൾ വീണ്ടും തൊണ്ടയിൽ മുറിവ് വലുതായി, അതും ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് വീണ്ടും 2ാമതും. അപ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ അവർ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ചികിത്സയ്ക്കും മരുന്നിനുമായിട്ടൊക്കെ തന്നെ നല്ല തുക ചിലവായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ പഞ്ചായത്ത് വഴി കിട്ടിയ ഒരു വീടാണ് ഇവർക്ക്. അതും ആ വീട് മാത്രമാണ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ലവരായ നാട്ടുകാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെ നല്ല വിശ്വാസം. നല്ലവരായ നാട്ടുകാർ അവർ സഹായിച്ചേ പറ്റുള്ളൂ. അവർക്ക് വേറെ ജീവിത മാർഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ അയൽവക്കക്കാരുടെ കരുണയൊക്കെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നാട്ടുകാരുടെ സഹായം പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത്. ചികിത്സയ്ക്കും ജീവിതത്തിനുമായി സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ആഗോള വ്യവസായ ഹബ്ബാക്കി മാറ്റുമെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം.
ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ചതാക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനം. ബസും ബൈക്കുകളും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. കൊല്ലം രാമൻകുളങ്ങര സംഗീതമുക്കിലായിരുന്നു അപകടം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിൽ പ്രതിഷേധം. അഞ്ചലിൽ പ്രകടനം നടത്തി. CPIMന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് പിൻവലിക്കണമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. പില്ലർ എലിവേറ്റഡ് ഹൈവേയുടെ പാസേജുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി നൽകണമെന്നും UMC. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 30-ന് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.